എറണാകുളത്തൂടെയൊക്കെ എപ്പോഴെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ് കണ്ടു കാണും. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ KSRTC ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ശോചനീയ അവസ്ഥയിലായത്രേ. അതുകൊണ്ട് തന്നെ നവീകരിക്കാൻ പോവുകയാണത്രേ. പറയുന്നത് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാലാണ്. കേൾക്കാം. ഈ ചുറ്റുപാടും ധാരാളം കെട്ടിടങ്ങളൊക്കെ വരികയും നഗരവികസനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ചിലതുണ്ട്. ഇവിടെ ഈ ബസ് സ്റ്റാൻഡിനകത്ത് ഇവിടെ വെള്ളം കയറുന്നതിന്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറെ കെട്ടിടങ്ങളൊക്കെ വന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വികസിച്ച് പോയതുകൊണ്ട് സ്റ്റാൻഡിന് ഇപ്പൊ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ചെറിയ വെള്ളക്കെട്ടൊക്കെ. ഞാൻ നിങ്ങൾക്ക് കുറച്ചുനാൾ മുൻപ് ഷൂട്ട് ചെയ്ത ഇതേ സ്റ്റാൻഡിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ തന്നെ ചെയ്തൊരു വീഡിയോ കാണിച്ചു തരാം, ഒന്ന് കണ്ടോളൂ. കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേറിയിട്ട് ഇതേവരെ എറണാകുളം സ്റ്റാൻഡിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. പഴയ ഗതാഗത മന്ത്രി പോയി പുതിയ ഗതാഗത മന്ത്രി വന്നു, എന്നിട്ടും സ്റ്റാൻഡിന്റെ അവസ്ഥ ഇത് തന്നെ. നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കണം. ഈ സ്റ്റാൻഡിൽ കയറാൻ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ള സംവിധാനം ചെയ്തിരുന്ന സ്ഥലമാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുകയല്ല, വേണമെങ്കിൽ കുളിക്കാം. ഇവിടെ എന്തോരം വെള്ളം കയറും അറിയാൻ വേണ്ടിട്ട് ഇവിടെ വാട്ടർ ലെവൽ സെൻസർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഹൈടെക്. ഇത് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. റോഡ് സുരക്ഷ, ജീവൻ സുരക്ഷ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പുകവലി പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുകവലി പാടില്ല, പക്ഷെ പട്ടിയും പൂച്ചയും എലിയും പാറ്റ വരെ പാടും ഈ വെള്ളത്തിൽ. ഇപ്പൊ ഇത് എങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്തൊക്കെ വിഷ്വൽസ് നിങ്ങളെ കാണിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും ഇതിന്റെ തീവ്രത മനസ്സിലാവില്ല, വന്ന് ഇത് അനുഭവിക്കുന്നത് വരെ. ഇത് ഭയങ്കര പോപ്പുലർ ആയ ഒരു വീഡിയോയാണ്. അതായത് എന്റെ ചാനലിലും FB-ലും ഇൻസ്റ്റയിലും ഒക്കെ മില്യൺസ് അടിച്ചൊരു വീഡിയോയാണ്. കാരണം കണ്ടവർക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് അവിടുത്തെ അവസ്ഥ എന്നത് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അവർ നേരിട്ട് കണ്ടിട്ടുള്ള കാഴ്ചകൾ തന്നെയാണല്ലോ. അന്ന് ആ വീഡിയോയില് എന്റെ മുടിയുടെ അളവ് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പതാ എന്റെ മുടി ഇത്രയും ഉണ്ട്. അപ്പൊ ഇപ്പൊ അല്ല അവിടെ വെള്ളക്കെട്ട് വന്നിരിക്കുന്നത്, കാലങ്ങളായിട്ട് ആ സ്റ്റാൻഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇനിയും ആ ഒരു സ്ഥലത്ത് 12 കോടി മുടക്കി പുതിയൊരു സ്റ്റാൻഡ് കൊണ്ടുവരാൻ പോവുകയാണ് നമ്മുടെ സർക്കാർ. ആ സ്ഥലത്ത് വീണ്ടും നവീകരിച്ച് ഒരു സ്റ്റാൻഡ് കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും? ഒരു കൊച്ചിക്കാരി എന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ പ്രേക്ഷകർ നൽകുന്ന സംഭാവനകൾ കൊണ്ട് തന്നെയാണ്. വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം, മോണിറ്റൈസേഷൻ എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ലാത്ത കുറെ പേര് റിപ്പോർട്ട് അടിച്ചത് കൊണ്ട് നമുക്കിപ്പോൾ അത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ പ്രേക്ഷകരുടെ സഹായം നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ തുടർന്നും നിങ്ങൾ സംഭാവന അയച്ചും അതുപോലെ തന്നെ വീഡിയോ കണ്ടും കമന്റ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ നമ്മളെ സഹായിക്കാം. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഈ KSRTC ബസ് സ്റ്റാൻഡ് ആദ്യം ഉണ്ടായിരുന്നത് ജെട്ടി മേനക ഭാഗത്തായിരുന്നു. 1968 പണി കഴിപ്പിച്ച ജെട്ടി മേനക ഏരിയയിലുള്ള KSRTC സ്റ്റാൻഡിൽ നിന്നും ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് എന്തായിരുന്നു കാരണം എന്നറിയാമോ? ശോചനീയ അവസ്ഥ, വെള്ളക്കെട്ട്, ഇതായിരുന്നു കാരണം. എന്നിട്ട് മാറ്റിയത് എവിടേക്കാ? കമ്മട്ടിപ്പാടം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ സ്ഥലത്താണ് KSRTC ബസ് സ്റ്റാൻഡ് നിൽക്കുന്നത്. കമ്മട്ടിപ്പാടം എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. കമ്മട്ടിപ്പാടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ചതുപ്പ് പ്രദേശമാണ്. ചതുപ്പ് പ്രദേശം എന്ന് പറയുമ്പോൾ കൂടുതൽ ഞാൻ അതിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അവിടെ തന്നെ സെന്റ് ജോസഫ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. അതായത് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നും നേരെ നടക്കുമ്പോൾ കാണുന്നത് ഈ ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്ന് റെയിൽ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു 6-ലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ബസ് സ്റ്റാൻഡിന്റെ പണി അവിടെ നടക്കുന്നത്. ലോറിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചുവന്ന കളറിലുള്ള മണ്ണടിച്ച് നികത്തുന്നത് കണ്ടിട്ട് അന്ന് എന്റെ അപ്പ പറഞ്ഞിട്ടുണ്ട്, ഇവർ ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഈ മണ്ണടിച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അടിച്ചടിച്ചടിച്ച് 8 ഏക്കറിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് നിങ്ങളിപ്പോ കാണുന്നത്. നമ്മൾ അവിടെ ഒന്ന് ചായ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഒന്നൊരു എലിയും ചായ കുടിക്കും. അതാണ് അവിടുത്തെ അവസ്ഥ. നിങ്ങൾ അവിടെ പോയി ഒന്ന് ഇരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വെള്ളക്കെട്ടുള്ള സമയത്ത് ഒട്ടും പറ്റില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെള്ളം കൊണ്ട് അങ്ങോട്ട് കയറി ഇരിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്നിരുന്നിട്ടുണ്ടല്ലോ, കീറി ഇറിഞ്ഞ് എന്താ പറയാ ഇറുത്ത് പോയിരിക്കുന്ന കമ്പികൾ, തുരുമ്പ് പിടിച്ച സീറ്റാണ് ഇരിക്കുന്നത്. കൊണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വല്ല ഇൻഫെക്ഷനും വരും. ആ അവസ്ഥയിലാണ് ആ ബസ് സ്റ്റാൻഡ് കിടക്കുന്നത്. അപ്പൊ അത് നവീകരിക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. നവീകരിച്ചോട്ടെ, എന്നാൽ അതേ സ്ഥലത്ത് അതുകൊണ്ട് എന്താണ് ഗുണം? കേരളത്തിൽ വരുന്ന ആളുകൾ കാണുന്നത് കേരളത്തെ പറ്റിയുള്ള ഏത് സ്ഥലമാണ്? റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡൊക്കെ അല്ലേ ആദ്യം കാണുക. അപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് വരുന്ന ആളുകൾക്ക് ഉള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാവേണ്ട സ്ഥലമാണ്. ഏകദേശം മന്ത്രിസഭയുടെ കാലാവധി തീരാറായപ്പോഴാണ് ഈ ഒരു വെളിപാട് വന്നിരിക്കുന്നത്. ബസ് സ്റ്റാൻഡൊക്കെ വൃത്തിക്കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് കേരളത്തിനെ വലിയ പുരോഗമനത്തിന്റെ അങ്ങേയറ്റം നമ്പർ 1 ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടില്ലേ ബസ് സ്റ്റാൻഡ് എലിയും പൂച്ചയും പാച്ചയും പഴുതാരയും ഒക്കെ ചത്തു കിടക്കുന്ന ഒരു സാധനം, ഇതിനകത്തൂടെ വേണോ മനുഷ്യൻ പോകാൻ എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് കുറച്ചിലായി പോകും. അതുകൊണ്ടാണ് 9 വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 9 മാസം മാത്രം ബാക്കി നിൽക്കേ ഞങ്ങൾ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ പോകുന്നത്. അതും അതേ വെള്ളക്കുഴിയിൽ കൊണ്ടുപോയി 12 കോടി മുടക്കിയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അത്രേ നിങ്ങൾക്കറിയാമോ? ഒരു 10 അടിയെങ്കിലും മണ്ണിട്ട് പൊക്കാതെ ആ സ്ഥലം വെള്ളത്തിൽ നിന്നും മുക്തമാകില്ല. എറണാകുളം എന്ന് പറയുന്ന ഏരിയ അങ്ങനെയാണ്. വെറുതെ അല്ല എറണാകുളം എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് എന്താ പറയാ പാടശേഖരങ്ങള്, ഇതേപോലത്തെ ചതുപ്പ് നിലങ്ങള്, കുളങ്ങള്, ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നേ.
ഇതിൽ ഈ പറയുന്ന പോലെ ഓൾമോസ്റ്റ് നികത്തി വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് എല്ലാം തന്നെ. പക്ഷെ ചില ഏരിയകളിൽ എത്ര നികത്തിയാലും നികരില്ല. അവിടുത്തെ മണ്ണിന്റെ ആ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതയാണത്. അതിലിങ്ങനെ ഇരുന്നു പോകും, എന്തിട്ടാലും ഇരുന്നു പോകും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ആ KSRTC ബസ് സ്റ്റാൻഡ്. എന്തിനു വേണ്ടിയാണ് ഇവർ ഈ പ്രഹസനം കളിക്കുന്നത്? ഒരൊറ്റ കാര്യമുള്ളൂ, ഇവരിറങ്ങി പോകുന്നതിന് മുമ്പ് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നങ്ങ് വരുത്തി തീർക്കണം. കോഴിക്കോട് ബസ് സ്റ്റാൻഡിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എത്ര കോടി മുടക്കി പണിത സ്ഥലമാണത്. ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് വെച്ചിരിക്കുന്നത്, ബസ് സ്റ്റാൻഡ് അല്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് ആണോ സത്യത്തിൽ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ എന്താ ആവശ്യം? മര്യാദയ്ക്ക് ബസ് കയറി വന്ന് പോകാനായിട്ടുള്ള സൗകര്യം, നമ്മൾ ഈ പറയുന്ന യാത്രക്കാർക്ക് വൃത്തിയായി വന്നിരിക്കാനുള്ള സൗകര്യം, വൃത്തിയായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ, ഒന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള സൗകര്യം, മര്യാദക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ, വൃത്തിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, ഇതിൽ ഏതെങ്കിലും ഒന്ന് കേരളത്തിലെ KSRTC ബസ് സ്റ്റാൻഡുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നതാണ് ചോദ്യം. നിങ്ങൾ ഇനി മുഖം രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കായംകുളത്ത് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അതിന്റെ മേൽക്കൂര ആരുടെ തലക്ക് കിട്ടും, ആർക്ക് നറുക്ക് വീഴും എന്ന് പേടിച്ചു അവിടുത്തെ ആൾക്കാർ നടക്കുന്നത്. അപ്പൊ നവീകരിക്കുന്നത് നിങ്ങൾ നവീകരിച്ചോളൂ. വീണ്ടും എറണാകുളത്ത് ഈ വെള്ളക്കുഴിയിൽ 12 കോടി കൊണ്ട് മുടക്കുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഇവിടെയുള്ള ആളുകൾക്ക് എന്താ ഈ സ്ഥലത്തെ പറ്റി അറിയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? അതോ നിങ്ങൾക്ക് അറിയില്ലേ? കൂടെ നിൽക്കുന്നത് മേയറും ഇപ്പുറത്ത് നിൽക്കുന്ന MLA ആണ്. ഇവർക്കറിയില്ലേ KSRTC ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന്? എത്ര കൊണ്ടിട്ടാലും അതൊന്നും നഗരില്ലെന്ന്. ബാത്റൂമിൽ പോകുന്ന സൗകര്യം പറഞ്ഞല്ലോ. ഒരു മനുഷ്യൻ ഇത്രയധികം എന്താ പറയാ, ആ ബസ് സ്റ്റാൻഡിന്റെ ബാത്റൂം നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാ ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല. ഞങ്ങളിതൊക്കെ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത്രയധികം വിറച്ചുറച്ചു പോകുന്നത്. അറിയാമോ, അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കനാലിൽ കൂടി വൃത്തികെട്ട തരത്തിലുള്ള വെള്ളം ഒഴുകുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം ഈ സ്റ്റാൻഡിലേക്ക് വരും. എന്നിട്ട് ഈ ബാത്റൂമിൽ ആൾക്കാർ നിക്ഷേപിച്ചിട്ട് പോയ സാധനമൊക്കെ ഒഴുകി ആൾക്കാർ ഇരിക്കുന്നിടത്തേക്ക് വരും. മഴ ഇറങ്ങിക്കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് പോകും. എന്നിട്ട് ഇതൊക്കെ ഉണങ്ങിയും പിടിച്ചും കിടക്കുന്ന അടുത്താണ് ഗതികെട്ട ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ വേറൊരു മുഖം, വൈറ്റില ഹബ്ബ്, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ തന്നെ ചെയ്തതാ, അതും വേണമെങ്കിൽ കണ്ടോ. ഉറപ്പാണ് LDF, ഉറപ്പാണ് വികസനം. നിങ്ങളിപ്പോൾ എൻ്റെ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വൈറ്റില ഹബ്ബ്. ഒരു മഴ പെയ്താൽ ഇവിടത്തെ വികസനം എന്താണെന്ന് ഞാൻ കാണിച്ചേറ്റേ. ദാ കണ്ടോ, അകത്തെ വികസനം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതും കണ്ടോ. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നടക്കാൻ പോലും വയ്യാത്ത സ്ഥിതിയാണ്. നടുവും തല്ലി വീഴാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അത്രയധികം വെള്ളമാണ് ഈ ഹബ്ബിനകത്ത് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞാലുള്ള റോഡുണ്ടല്ലോ, അത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാരണം അവിടെ റോഡില്ല. അപ്പോ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണിച്ചതാണ് LDFന്റെ വികസനം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. ഇതും ഭയങ്കര റീച്ച് കിട്ടിയ വീഡിയോയാണ്. അയ്യോ, വൈറ്റില ഹബ്ബ് പണിതോണ്ടിരിക്കുമ്പോ ഇങ്ങനെ പറയാമോ എന്നും പറഞ്ഞോണ്ട് അന്ന് കുറെ കമന്റ് ഇട്ട് കുറെ കമ്മികൾ എന്നെ കുറ്റം പറഞ്ഞതാ. ഈ നിമിഷം വരെ പണി തീർന്നിട്ടില്ല കേട്ടോ, ഇപ്പോഴും ആ റോഡില്ല, ഇപ്പോഴും ഇത് തന്നെ അവസ്ഥ. അപ്പൊ നിങ്ങളുടെ മുഖം എന്ന് പറയുന്നത് വികൃതമായി കഴിഞ്ഞു, ആളുകൾ കണ്ടറിയുന്നുണ്ട്. അത് ബസ്സുകൾ പുതുതായിട്ട് ഇപ്പൊ നവീകരിക്കുന്നതിന് പുതിയ ബസ്സുകളും ധാരാളം ഇപ്പം ഇറങ്ങുന്നതിനുള്ള പദ്ധതിയുണ്ട്. അതെ, പുതിയ ബസ്സുകൾ കുറെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളുണ്ട്. അത് ശരിയാണ്. നാട്ടുകാരുടെ പൈസ ധാരാവത്താക്കി പുതിയ ബസ്സുകൾ ഓരോന്ന് ഇറക്കാൻ നിങ്ങളെ കൊണ്ട് വളരെയധികം പറ്റും. എന്നാൽ ഇപ്പൊ ഇറക്കി വെച്ചിരിക്കുന്ന ബസ്സുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ആദ്യത്തെ ചോദ്യം അതാണ്. ഈ KSRTC ബസ് സ്റ്റാൻഡിൽ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡംപ് ചെയ്തിരിക്കുന്ന കുറെ ബസ്സുകൾ. ഇതൊക്കെ കേടായി പോയതാ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തതുകൊണ്ട്. അതൊക്കെ കേടായി പോയതാണ്. കേടായി പോയതല്ല, സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് പോയൊരു സാധനം. ഇനി തേവരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു യാർഡുണ്ട്, അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ബസ്സുകൾ. ഇതൊന്നും ഉപയോഗശൂന്യമായി പോയി. നിങ്ങൾക്കറിയാം, ഈ 3-4 മാസങ്ങൾക്കിടയിൽ ലോ ഫ്ലോർ ബസ് ഇറങ്ങിയിട്ട് ഏകദേശം 4-5 വർഷങ്ങളെ ആകുന്നുള്ളൂ. റോഡിൽ കിടന്ന് കത്തി, മിനിമം 3 എണ്ണം കത്തി. മിനിമം ഒന്ന് ഓയിൽ ചേഞ്ച് ചെയ്യാനോ വൃത്തിക്ക് കൊണ്ടു നടക്കാനോ പോലും കഴിയാത്ത നിങ്ങളെ എന്തിനാ നാട്ടുകാരുടെ പൈസ മുടക്കി ഈ ബസ്സുകൾ മുഴുവൻ വാങ്ങി ഇറക്കുന്നത്? ഇതുപോലെ കൊണ്ട് ഡംപ് ചെയ്യാനോ? നമ്മുടെ KSRTC മന്ത്രി അദ്ദേഹം ഉപയോഗിക്കുന്നത് ഒരു ക്വാളിസ് ആണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ക്വാളിസ് ഇറങ്ങിയിട്ട് കാലം എത്രയായ കമ്പനി വരെ നിർത്തിയത്, എന്നിട്ടും അയാൾ അത് ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടാ? മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാവുന്നത് കൊണ്ടല്ലേ. പക്ഷേ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഗതാഗത സൗകര്യത്തിന് ഇതൊന്നും ബാധകമല്ല. വൃത്തി പോലും ഇല്ല. ഒരു KSRTC ബസ്സിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്റ്റിക് ആകാതിരിക്കാൻ നിങ്ങൾ അത്രയും നോക്കണം. മൊത്തം തുരുമ്പാണ്. ഒരു വൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴുകി ഇറക്കിയ ഒരു ബസ് എപ്പോഴെങ്കിലും നിങ്ങളെ കണ്ണിൽ പെട്ടിട്ടുണ്ടോ? അവിടെ കഴുകാൻ വേണ്ടി കരാറുകാർക്കാണ് കൊടുക്കുന്നത്, അതായത് ദിവസ ജീവനക്കാർക്കാണ് കഴുകാൻ കൊടുക്കുന്നത് 50 രൂപ ഒരു ബസ് കഴുകാൻ. 50 രൂപയ്ക്ക് ഇപ്പൊ എന്ത് കിട്ടും? 50 രൂപയ്ക്ക് ഒരു ചായയും കടിയും പോലും കിട്ടില്ല. ഒരു മനുഷ്യനെ കൊണ്ട് 50 രൂപയ്ക്ക് ഈ പറയുന്ന വലിയ ബസ് കഴുകിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ മനസാക്ഷി ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നാൽ ഇവർക്ക് ലാഭം കിട്ടുന്ന കാര്യങ്ങളിൽ പൈസ മുടക്കാൻ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ പൊതുജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ പാടില്ല.
ഇപ്പൊ നിങ്ങളുടെ വിചാരം ഇവര് ഈ 9 മാസത്തിനുള്ളിൽ ഈ KSRTC ബസ് സ്റ്റാൻഡ് പണിതീർത്തങ്ങ് ഇറക്കുമെന്നാണോ? വെറും വാഗ്ദാനം 12 കോടി അതെങ്ങനെയും ബുക്ക് ചെയ്തിരിക്കും. ഇവിടെ ആദ്യ ഘട്ടമായിട്ട് ഇപ്പൊ ചെയ്യേണ്ടത് ഇവർ വെച്ചേക്കുന്ന പ്രപ്പോസൽ 12 കോടിയാണ്. ചിലപ്പോൾ എസ്റ്റിമേറ്റിന്റെ ചില അധികം കൂടി വരാൻ സാധ്യതയുണ്ട്. 12 കോടി കൊണ്ട് തീരുകയില്ല. ചിലപ്പോ എന്തെങ്കിലും ഒന്ന് അഡീഷണൽ ആയിട്ട് ഒരു 10 കോടി വന്നേക്കാം. അത് അപ്പൊ നോക്കിയിട്ട് അതിനുള്ള പണം അനുവദിക്കും, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 12 കോടി കൊണ്ടുവന്ന് കമ്മട്ടിപ്പാടത്തിലെ ചതുപ്പിലിട്ട് നികത്താനാണ് വീണ്ടും ഈ സർക്കാർ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചതുപ്പിലിട്ട് നികത്താനൊന്നുമല്ല, കണ്ണിൽ പൊടി. ധനകാര്യ വകുപ്പ് അതിനാവശ്യമായ പണം അനുവദിക്കും. അതിന് ഈ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഞങ്ങളുടെ കൂടി വന്നതാണ്. അതെ, അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും കൂടി വന്നതാണ്. അപ്പൊ പഠിച്ചതിന്റെ ഒരു സാധനമാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ വെള്ളക്കെട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴും ഒക്കെ ഈ സ്റ്റാൻഡിൽ വന്നു പോയിട്ടുണ്ട്. അപ്പോഴൊന്നും വെള്ളക്കെട്ടില്ല, ഇപ്പൊ മാത്രമേ വെള്ളക്കെട്ടുള്ളൂ എന്നാ. ആ സ്റ്റാൻഡ് ഉണ്ടായ കാലം പോലെ അവിടെ വെള്ളക്കെട്ടാ. പറഞ്ഞില്ലേ, അവിടെ വെള്ളം കെട്ടും. സ്റ്റാൻഡ് അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും അവിടെ വെള്ളം കെട്ടും. ആ സ്ഥലം അങ്ങനെയാണ്. ആ സ്ഥലം അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്തുനിന്ന് മാറ്റി എറണാകുളം ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയാതെ എറണാകുളം ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകില്ല. വൈറ്റില ഹബും ഇതേപോലെ തന്നെ കുറെ വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ നടുക്ക് തന്നെയാണുള്ളത്. കൃത്യമായിട്ട് അവിടുത്തെ റോഡ് പോലും മെയിൻറ്റെയിൻ ചെയ്യില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു സാധനം ചെയ്യാൻ കഴിയില്ല. അപ്പുറത്തന്നെ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നില്ലേ, അതാണ് ഞങ്ങളുടെ മേയർ. കൂടുതലൊന്നും പറയണ്ടല്ലോ. സ്വന്തം സ്ഥലത്ത് എവിടെ വെള്ളം കെട്ടും എവിടെ വെള്ളം കെട്ടില്ല എന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഈ ഇടത്തും വലത്തും നിൽക്കുന്നത്. മറ്റേത് MLA TJ വിനോദ്, ഇവർക്കൊന്നും അറിയില്ലേ? കമ്മട്ടിപ്പാടം എന്താന്ന് ഇവർക്കൊന്നും അറിയില്ലേ? അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഇതെല്ലാവരും കൂടിയുള്ള ഒത്തുകളിയാണ്. എല്ലാവരും കൂടിയുള്ള ഒത്തുകളിയാണ്. മേയറിനെ പറ്റി പറയാനായിട്ട് ഒരു 10 എപ്പിസോഡ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇറങ്ങി ഇവിടുത്തെ റോഡുകളും ഇവിടത്തെ ബേസിക് സർവീസുകളും എല്ലാം തന്നെ ജനങ്ങളെ കാണിച്ച് ഇവിടുത്തെ ആളുകളുടെ അടക്കം അഭിപ്രായങ്ങൾ നിങ്ങളെ കാണിച്ച് തന്നെയാണ് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത്. ഇലക്ഷന് വേണ്ടി 9 മാസം കഴിഞ്ഞ് നടക്കുന്ന ഇലക്ഷന് വേണ്ടി കളിക്കുന്ന കളികളാണ് ഇതെല്ലാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതലേ പോളിഷ് ചെയ്ത് ഞങ്ങൾ അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും എന്ന് പറഞ്ഞാലല്ലേ ആൾക്കാർ വിശ്വസിച്ച് വോട്ട് ചെയ്യൂ. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വെറും ചീപ്പ് കളികളാണ് ഇതെല്ലാം. ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? KSRTC ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നെങ്കിൽ നവീകരിക്കട്ടെ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ ലൂർദ് ഹോസ്പിറ്റലിന്റെ അടുത്ത്, അതായത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു 4 കുഴി ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ പട്ടാപ്പകല് 12 മണിക്ക് ഇന്ന് നടന്ന സംഭവം നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. റോഡ് പണി നടക്കുക. വണ്ടികൾ അവിടെ കുരുങ്ങി കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായോ? ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോ പതുക്കെ റോഡ് റോളർ നീങ്ങി അങ്ങ് പോയി. പതുക്കെ ലോറി സ്റ്റാർട്ട് ചെയ്തു. ഇവർക്ക് ഇത് രാത്രി ചെയ്യാൻ പറ്റില്ല. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടല്ലാതെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള നിർബന്ധമാണ്. അത് കരാറുകാരനായാലും രാഷ്ട്രീയക്കാരനാണെങ്കിലും KSEB-കാരനാണെങ്കിലും വാട്ടർ അതോറിറ്റിക്കാരാണെങ്കിലും ഇവരെല്ലാം ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. നിങ്ങൾ കണ്ടല്ലോ, ആ 4-5 കല്ല് അവിടെ കൊണ്ടിട്ടിട്ട് അത് നികത്താനായിട്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ കാണിക്കുന്നത്. ആ റോഡിന്റെ യഥാർത്ഥ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കും ഒരു കുഴി നികത്തുന്നതിൽ എന്താ കുഴപ്പമെന്ന്. തുഗ്ലക് പരിഷ്കാരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ചെയ്ത് ഒരിടത്തും എത്താത്ത പരിഷ്കാരം. അതേപോലത്തെ ഒരു സാധനം തന്നെ അത്. പണ്ട് ഈ പറയുന്ന ഒരുപാട് മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ വീട്ടുകാർക്കൊന്നും ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് പുതിയതൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ചിലതൊക്കെ കീറുമ്പോൾ വേറെ ഏതെങ്കിലും തുണി നിർത്തി ഇങ്ങനെ തയ്ച്ചു കൊടുക്കും. ചാപ്പ വെച്ച് തയ്ക്കുക എന്നാണ് പണ്ടുള്ളവർ അതിന് പറയുന്നത്. അതാണ് ആ കാണിക്കുന്നത്. ഇങ്ങനെ ചാപ്പ വെക്കാനാണെങ്കിൽ തന്നെ ഇവിടെ കോടികൾ വേണം. എന്താണെന്നറിയാമോ? ഇവിടെയുള്ള ഓരോ റോഡിന്റെ നടുക്കുന്ന തുറന്ന പോലെയാണ് കുഴികൾ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഈ എവിടെയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് പോകാൻ നിർത്താം, അവിടെ ഒക്കെ ഈ തറയോട് കൊണ്ടുവന്ന് ഭാഗ്യ വെക്കും. 2 വണ്ടി കയറി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളകാൻ തുടങ്ങും. ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും നിലനിൽക്കാത്ത ഈ രീതിയിലുള്ള നിർമ്മിതി എന്തിനാണ് ഇവർ കൊണ്ടുവരുന്നത്? എന്താണ് CPM-ന്റെ പ്ലാൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇതിങ്ങനെ പണിതുകൊണ്ടിരിക്കോ? ഫുൾ ടൈം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കോ? ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സമാധാനം കിട്ടുമോ? എപ്പോഴെങ്കിലും മനസമാധാനമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബ്ലോക്ക് ഇല്ലാതെ ഇതുപോലത്തെ കുന്തവും കുടച്ചൊക്കെ ഇല്ലാതെ പേടിക്കാതെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ പോയിട്ടൊന്ന് മര്യാദയ്ക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്ന രീതി, ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന രീതിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് കിട്ടുമോ? സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. ഒന്നൊരു മനുഷ്യൻ പുറത്തേക്ക് വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ട് ടെമ്പർ തെറ്റാതെ വീട്ടിൽ തിരിച്ചെത്തുന്നത് എത്ര ബുദ്ധിമുട്ടിയാണെന്ന് അറിയാമോ? അതിന്റെ കാരണത്തിൽ ഒരു 100%-ൽ 80% ഇവിടുത്തെ മോശം വഴിയാ. എത്ര ബൈക്കുകാർ പോയി വീഴുന്നു, എത്ര കാറുകാർ വീഴുന്നു. റോഡായിക്കോട്ടെ ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ എല്ലാത്തിന്റെ അവസ്ഥ ഇത് തന്നെയാ. 9 മാസത്തിനുള്ളിൽ അങ്ങ് നവീകരിച്ചു കളയും. എങ്ങനെ? ഉള്ളതിന്റെ മേളിൽ തന്നെ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് 10 പേരോട് നിങ്ങൾ സംസാരിക്കെങ്കിലും ചെയ്യൂ. എന്നാലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ ഇത് കൊണ്ടുവന്നാൽ ഇതിനെന്താ പ്രയോജനം, അല്ലെങ്കിൽ എന്തൊക്കെ റിസ്ക് ഫാക്ടറുകൾ ഉണ്ട്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിക്കണോ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊന്ന് കണക്കിലെടുത്തുകൂടെ? നിങ്ങൾ എന്തെന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ പ്രയോജനം ചെയ്യുന്ന എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് വോട്ട് തരാൻ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത്? അപ്പൊ 12 കോടിയുടെ പുതിയ പ്ലാനുമായിട്ട് KN ബാലഗോപാലൻ അവതരിച്ചിരിക്കുന്ന കഥയാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു കൊച്ചിക്കാരി എന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇദ്ദേഹം പറയുന്ന ഈ KSRTC സ്റ്റാൻഡിന്റെ നവീകരണവും ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം വളരെ അടിപൊളിയായിട്ട് നടക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? 12 കോടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.